എൻ്റെ യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതിലെ ഭിന്നശേഷി ആയതുകൊണ്ട് അമ്മ എവിടെയെല്ലാം പോകുന്നു അവിടെയൊക്കെയാണ് എനിക്ക് പോകാൻ പറ്റിയത്. പിന്നെ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് കോഴിക്കോട് വടകരയും അമ്മയുടെ വീട് വയനാട് മേപ്പാടിയായിരുന്നു. അതുകൊണ്ട് വടകരയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഒരു യാത്ര, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. വടകര അങ്ങനെ വലിയ കാണാനൊന്നും വലിയ രസമൊന്നുമില്ലല്ലോ. ഈ ബസ്, കാറ് അങ്ങനത്തെയൊക്കെ അല്ലേ. വയനാടാകുമ്പോൾ എല്ലാം നല്ല കാട്, മല, മരങ്ങൾ, കുറേ മൃഗങ്ങൾ, ഇതൊക്കെ ആകുമ്പോൾ വയനാട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടുന്ന് ഞങ്ങൾ നാളെ വയനാട് പോകാമെന്ന് പറയുമ്പോൾ ഇന്നേ തുടങ്ങും സന്തോഷിക്കാൻ. അപ്പം വയനാടെത്തി ഈ താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാലേ തുടങ്ങും സന്തോഷം. പിന്നെ ഒരുപാട് കുരങ്ങും ഇങ്ങനെയൊക്കെ കാണാം. പോകുന്ന വഴിക്ക് കുറേ കാട്ടുകോഴിയും പിന്നെ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ മാനിനെ കാണാൻ പറ്റും. അങ്ങനെയെല്ലാം ഉള്ളതാണ് വയനാട്ടിലേക്ക് പോകുമ്പോഴുള്ള സന്തോഷമായ ഒരു യാത്ര. അത് കഴിഞ്ഞ് ചുരത്തിലാണെങ്കിൽ അധികം ഒരു ബസ്സിന് പോകാൻ മാത്രം, കടന്നു പോകാൻ മാത്രമുള്ള ഒരു സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ റോഡിന്. പിന്നെ ഈ മഴക്കാലത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം, അതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അങ്ങനെയാണ് വയനാട്ടിലേക്ക് പോകുന്നതാണ് എൻ്റെ ഏറ്റവും സന്തോഷമായ യാത്ര. അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള എല്ലാ മരത്തുമ്മലും പിന്നെ കുറേ നാരങ്ങയും കുറേ ചെടികളും പൂക്കളും ഒക്കെ, വടകര കാണാത്ത അത്രയും പൂക്കളും അതെല്ലാം കണ്ട് നല്ല രസമായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ആദിവാസികളിങ്ങനെ ഒരുമിച്ച് കൂട്ടം കൂടി ഇങ്ങനെ പോകുന്നുണ്ടാവും. അമ്മയും അച്ഛനും മക്കളൊക്കെ ആയിട്ട്. അവർ വെച്ചാൽ അന്നത്തെ ആദിവാസികളെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. അവർക്ക് പിന്നെ നമ്മളെപ്പോലെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഒരു മുണ്ട് മാത്രം അവരിങ്ങനെ ഉടുത്തിട്ട്, പിന്നെ മുടിയൊന്നും ചീകി കെട്ടൂല, എല്ലാവരും ഒരുപോലെ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് അവർ കാപ്പി പറിച്ച് കാപ്പി കുത്തുന്നതെല്ലാം കാണാൻ എനിക്ക് നല്ലൊരു ഇഷ്ടമായിരിക്കും. അവരെ തന്നെ അവരെ നോക്കിയിരിക്കാൻ എനിക്കിഷ്ടം. പിന്നെ കുറേ കാലിക്കുണ്ടന്മാർ കാലീനെ മേയ്ക്കുന്നുണ്ടാവും. അതിങ്ങനെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ നായാട്ടിന് പോകുന്ന ആൾക്കാർ, അതിൽ കുറേ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടാവും നായാട്ടിന് പോകുന്ന. പിന്നെ കുറേ കാട്ടുകോഴീനെ കാണാം. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു രസമായിരിക്കും വയനാട് പോയുമ്പോൾ. പിന്നെ എൻ്റെ യാത്രാനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വപ്നം കണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മഞ്ഞ മുണ്ടുടുത്ത് ഒരു ചെറിയൊരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട്, ഒരു ഓടക്കുഴലുള്ള ഒരു കുട്ടി നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അത് ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് ശ്രീകൃഷ്ണ ഭഗവാനാണല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അത് ഗുരുവായൂർ പോയാൽ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഗുരുവായൂർ പോകണം. ഗുരുവായൂർ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഗുരുവായൂർ പോകണം എന്നിങ്ങനെ ഞാൻ എപ്പോഴും വിചാരിക്കും. ചെറുപ്പത്തിലൊന്നും അത് നടന്നിട്ടില്ല. വലുതായി ഞാനും അച്ഛനും അമ്മയായിട്ട് ഒരിക്കൽ ഗുരുവായൂർ പോയി. അന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭഗവാനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അന്ന് അധികമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എല്ലാവരും കാണുന്ന പോലെ തന്നെ ഒരു വേഗം എല്ലാവരും നീങ്ങി പോകണമല്ലോ, അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സങ്കടമായി. ഭഗവാനെ ശരിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമായി. അപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഗുരുവായൂർ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അന്ന് ഞാൻ ഗുരുവായൂർ എല്ലാവരും കൂടി പോയി. എല്ലാവരും ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ഞാനും അവിടെ ഇരുന്ന്
ഒരാൾ എന്നെ വന്നിട്ട് വിളിച്ച്, നിങ്ങളിങ്ങോട്ട് പോരി, ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ അടുത്ത നട തുറക്കുന്ന സമയത്ത് ഉള്ളിൽ കയറി കാണാം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നട തുറക്കുന്ന സമയത്ത് അയാൾ എന്നെ ഉള്ളിലേക്ക് വിളിച്ച് ഞാനും അയാൾ മാത്രമായിട്ട് ഉള്ളിൽ പോയി ഭഗവാനെ കുറേ സമയം കണ്ട് തൊഴുത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എല്ലാവരോടായ സന്തോഷം ഞാനിങ്ങനെ പങ്കുവെച്ച്. എനിക്കിങ്ങനെ ഭഗവാനെ സ്വന്തമായിട്ട് കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം പറഞ്ഞു. പിന്നെ എനിക്ക് പോകാൻ പറ്റിയത്, ഞാൻ മൂകാംബിക അമ്പലത്തിൽ പോയി. ഞാനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് മൂകാംബിക അമ്പലത്തിൽ പോയി. മൂകാംബികയിൽ നിന്ന് ഞങ്ങൾ പിന്നെ തൊഴുത്. അവിടെ എനിക്ക് ഇഷ്ടം പോലെ തൊഴാൻ പറ്റി കേട്ടോ. അവർ എന്നോട് നല്ലോണം തൊഴുതോളൂ എന്നെല്ലാം പറഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഉടുപ്പി കയറി. ഉടുപ്പി പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കയറി ഞങ്ങൾ തൊഴുത്. അവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ എനിക്ക് അച്ഛൻ അവിടുത്തെ കുളം കാണിച്ചു തന്ന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എനിക്ക് പോകാൻ പറ്റിയത്, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഭിന്നശേഷിയാണെങ്കിലും ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഈ കണ്ണൂരുള്ള രാജരാജേശ്വര ക്ഷേത്രം, അവിടെയും ഞാൻ പോയി. എനിക്ക് അവിടുത്തെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഭഗവാനെയും കാണാൻ പറ്റി. അങ്ങനെ ഞാൻ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ മുത്തപ്പനെയും കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് പോയിട്ടുള്ള എല്ലാവരും വിചാരിക്കും എന്താ ഇത് അമ്പലത്തിൽ പോയത് മാത്രമാണോ ഉള്ളൂ എന്ന്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ പോയതല്ല. പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മ കടൽ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കടൽ കാണണമെന്ന് എല്ലാവരും കുട്ടികളെല്ലാം കടപ്പുറം പോവുകയാണെന്ന് ഓണം വിഷുവൊക്കെ ആയപ്പം എല്ലാവർക്കും ഓണത്തിന് കടൽ കാണാൻ പോക്കൊരു പതിവുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു, അച്ഛമ്മ എനിക്കും കടൽ കാണണമെന്ന്. അച്ഛമ്മ എന്നെ എടുത്ത് കടപ്പുറം പോയി. അങ്ങനെ ഞങ്ങൾ കടൽ കണ്ട് പിന്നെ തിരിച്ച് വന്ന്. പിന്നെ ഞാൻ വലുതായപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളും എല്ലാവരുമായിട്ട് കടപ്പുറം പോകുമ്പം അന്ന് എനിക്ക് കടപ്പുറം പോകാൻ പറ്റി. ഇപ്പോൾ എനിക്ക് എപ്പം വേണമെങ്കിലും കടപ്പുറം പോകണമെങ്കിൽ പോകാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ കടൽ അടുത്ത് എനിക്ക് പോകാം. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കടലൊക്കെ ഉണ്ട്. ഞാനങ്ങനെ പോയിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ യാത്രാ അനുഭവം. എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.